അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ തുടക്കം കുറിച്ച ഖുർആനിക ചരിത്രങ്ങളിലൂടെ എന്ന വിഷയം പരിശുദ്ധമായ ഖുർആനിലെ 18-ാമത്തെ സൂക്തമാകുന്ന അൽ കഹ്ഫ് സൂറത്തിലെ തോട്ടം മുതലാളിയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിരിയുടെ 2 വലിയ തോട്ടങ്ങൾ നൽകുകയും അതിൻ്റെ ചുറ്റുഭാഗത്ത് മനോഹരമായ ഈന്തപ്പന മരങ്ങൾ നൽകുകയും അതിനിടയിലായിട്ട് മറ്റ് കൃഷികൾ അല്ലാഹു നൽകുകയും ചെയ്തു. അങ്ങനെ ധാരാളം വിളവുകളും പഴവർഗ്ഗങ്ങളും ഒക്കെ അതിലൂടെ ആ മനുഷ്യന് കിട്ടി. അതിൻ്റെ പേരിൽ ഒരുപാട് സമ്പത്ത് ആർജിക്കുകയും സാധുവായ കൂട്ടുകാരനെ ഒരു വേള കണ്ടപ്പോൾ ആ തോട്ടത്തിൻ്റെ പേരിൽ അഹങ്കാരം നടിക്കുകയും ചെയ്ത ചരിത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ആ മുതലാളി അഹങ്കാരത്തോടുകൂടി ആ കൂട്ടുകാരനോട് പറയുന്ന വർത്തമാനവും സാധുവായ കൂട്ടുകാരൻ, അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ള ആ കൂട്ടുകാരൻ വളരെ ചിന്തനീയവും യുക്തിപൂർവമായിട്ട് പറയുന്ന മറുപടിയുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ശ്രവിച്ചതും കേട്ടതുമൊക്കെ. ആ തോട്ടത്തിന് എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏതൊരു മനുഷ്യനും ഒരു ഗുണപാഠമാണ്. അല്ലാഹു തആല തരുന്ന നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. അത് സമ്പത്താകട്ടെ, വീടാകട്ടെ, അധികാരമാകട്ടെ, മക്കളാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് നിഅമത്തുകളാകട്ടെ, ഇതൊക്കെയും അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ഒന്നിലും ആരും അഹങ്കാരം പാടില്ല എന്നുള്ള വലിയ ഒരു ചരിത്രമാണ് അല്ലാഹു തആല ഇതിലൂടെ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ അഹങ്കാരം നടിച്ച ആ തോട്ടം മുതലാളിക്ക് എന്താണ് സംഭവിച്ചത്? പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وَأُحِيطَ بِثَمَرِهِ فَأَصْبَحَ يُقَلِّبُ كَفَّيْهِ عَلَى مَا أَنفَقَ فِيهَا وَهِيَ خَاوِيَةٌ عَلَى عُرُوشِهَا وَيَقُولُ يَا لَيْتَنِي لَمْ أُشْرِكْ بِرَبِّي أَحَدًا. അങ്ങനെ وَأُحِيطَ بِثَمَرِهِ, അവൻ്റെ ആ ഫലസമൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാശത്താൽ വലയം ചെയ്യപ്പെട്ടു. ആ വലിയ വിശാലമായ മനോഹരമായ ആ തോട്ടത്തിനെ നാശത്താൽ വലയം ചെയ്യപ്പെട്ടു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി, വളരെ പ്രഭാതത്തിൽ ഇത് കണ്ട ആ വലിയ മുതലാളി ഈ തോട്ടത്തിന് സംഭവിച്ച നാശത്തിൻ്റെ പേരിൽ കൈകടിക്കുകയാണ്, കൈമലർത്തുകയാണ് ചെയ്യുന്നത്. എന്തിൻ്റെ പേരിൽ? അലാമാ അൻഫഖ ഫീഹാ, എത്രയോ രൂപ അതിൽ ചിലവഴിച്ചു. ഒരുപാട് പൈസ ചിലവഴിച്ചിട്ടാണ് ഈ തോട്ടത്തെ ഇങ്ങനെ മനോഹരമാക്കി മാറ്റിയത്. അങ്ങനെ ചിലവഴിച്ചത് മുഴുവൻ നഷ്ടമായി പോയല്ലോ, അതെല്ലാം വെറുതെയായി പോയല്ലോ, എല്ലാം തകർന്നടിഞ്ഞതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടവൻ കൈമലർത്തുകയാണ്. എങ്ങനെയാണ് അല്ലാഹു തആല ആ ദുരന്തം അയാൾക്ക് നൽകിയത്? വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ, ആ തോട്ടത്തിൻ്റെ, അതായത് മുന്തിരി പടർത്താൻ പന്തൽ വേണം, നമുക്കറിയാം. അല്ലാഹു തആല പറയുകയാണ്, അവയുടെ പന്തലുകളോടെ ആ തോട്ടം തകർന്നടിഞ്ഞു, പന്തലുകളോടെ തകർന്നടിഞ്ഞു. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ. ഒരു പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ ആ തോട്ടത്തിൻ്റെ മുതലാളി പോയി കിടന്നുറങ്ങിയിട്ട് അതിരാവിലെ ആ തോട്ടത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു, ഹൃദയഭേദകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഏക്കർ കണക്കിനുള്ള തോട്ടം പന്തലുകളോടുകൂടി തകർന്നടിഞ്ഞിരിക്കുകയാണ്. അയാൾ വളരെ നിസ്സാരനായി പ്രയാസത്തോടെ വയഖൂൽ, അയാൾ പറഞ്ഞു, യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ, എൻ്റെ രക്ഷിതാവിനോട് ഞാൻ ആരെയും പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതെൻ്റെ കഴിവ് കൊണ്ടാണ്, നിനക്കിതൊന്നും ഇല്ലല്ലോ. എനിക്ക് എത്രയോ കോടികളുണ്ട്, ഞാൻ വിളിച്ചാൽ ഒന്ന് കൈമുട്ടിയാൽ വരാൻ 100 കണക്കിന് ആളുകളുണ്ട് എന്നൊക്കെ അഹങ്കാരം പറയണ്ടായിരുന്നു. എൻ്റെ റബ്ബിനോട് മറ്റൊരാളെ പങ്കു ചേർക്കണ്ടായിരുന്നു എന്നൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞു വിലപിക്കുകയാണ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത 43-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വലം തകുല്ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറാ. അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിനെ കൂടാതെ മറ്റൊരാളെയും അവന് സഹായിയായിട്ടുണ്ടായിരുന്നില്ല. അവനെ സഹായിക്കുവാൻ, അവൻ്റെ ഈ ദാരുണമായ ഈ സന്ദർഭത്തിൽ, അതിദയനീയമായ ഈ ഒരു അവസ്ഥയിൽ അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവനെ ഒന്ന് സഹായിക്കുവാൻ അവന് ഒരു സഹായികളുമില്ലായിരുന്നു. വമാ കാന മുന്തസിറ, അവന് ഇതിൽ നിന്ന് കരകയറാൻ, അതിജയിക്കുവാൻ കഴിഞ്ഞതുമില്ല എന്ന് പറയുക. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് അഹങ്കാരം നടിച്ച തോട്ടം മുതലാളിക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫ് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ മുഴുവൻ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അതിന് അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യുക. ശുക്ർ ചെയ്യും തോറും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. ഇൻഷാ അള്ളാഹ് ഈ കഥ നിങ്ങൾക്ക്, ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പങ്കാളികളാവുക. വീണ്ടും പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുൽ കഹ്ഫിൻ്റെ മറ്റൊരു ചരിത്രവുമായിട്ട് നമുക്ക് കാണാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.